തൊഴിലാളി വിരുദ്ധ സമീപനം തുടർന്ന കോറോ ഹെൽത്ത് കമ്പനി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലെ ഉറപ്പ് പാലിക്കാതെ കൊച്ചിയിൽ കമ്പനി അധികൃതർ ജീവനക്കാരെ മണിക്കൂറുകളോളം പുറത്തു നിർത്തി. ഓഫീസ് തുറന്നു നൽകാത്തതിനെ തുടർന്ന് ജീവനക്കാർ ഹാജർ രേഖപ്പെടുത്തി മടങ്ങി. കോറോ ഹെൽത്തിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധം ശക്തമാക്കി ഇടതു തൊഴിലാളി യൂണിയൻ. രാവിലെ 9 മണിയോടെ ജീവനക്കാർ ഓഫീസിലെത്തിയെങ്കിലും അകത്തേക്ക് കടത്തിവിടേണ്ട എന്നായിരുന്നു കമ്പനി അധികൃതരുടെ നിലപാട്. കമ്പനിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജീവനക്കാരെ ഓഫീസിനു മുന്നിൽ തടഞ്ഞു. തുടർച്ചയായ 5ാം ദിവസമാണ് ജീവനക്കാർ ഓഫീസിൽ കയറാൻ സാധിക്കാതെ പുറത്തു നിൽക്കുന്നത്. ഞങ്ങളോട് ഇന്നലെ MLA പറഞ്ഞത് സാധാരണ നിങ്ങൾ പറയുന്ന പോലെ വരാം, ഉള്ളിൽ കയറിയിരിക്കുക എന്നുള്ള രീതിയാണ് പറഞ്ഞത്. രാവിലെ ഇവിടെ എത്തിയപ്പോൾ അവർ പറയുന്നത് ഉള്ളിൽ കയറാനായിട്ടുള്ള യാതൊരു അവകാശമില്ല, കാരണം ഇത് ബിൽഡിംഗ് ഇൻഡിക്യൂമെൻ്റ് ആണ്. അവർക്കൊരു മെയിലോ ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല ഉള്ളിൽ കയറ്റാനുള്ളത്. കഴിഞ്ഞ ദിവസം പ്രശ്നപരിഹാരത്തിനായി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കുകയും വെള്ളിയാഴ്ച വരെ ജീവനക്കാരെ തടയില്ലെന്ന ഉറപ്പ് കമ്പനി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉറപ്പ് ലംഘിച്ചാണ് കമ്പനിയുടെ നടപടി. ഓഫീസിലേക്ക് എത്തിയ ജീവനക്കാരുടെ ഹാജർ റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തി. ലേബർ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് ഇവിടെ ഹാജരായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ജില്ലാ ലേബർ ഓഫീസർമാരുണ്ട്, അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുണ്ട്. ഞങ്ങൾ അറ്റൻഡൻസ് നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഏകദേശം 394 ജീവനക്കാരുടെ അറ്റൻഡൻസ് ഞങ്ങൾ നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇന്ന് ജോലി പ്രവേശിച്ചായിട്ട് തന്നെ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. കാരണം ജോലിക്ക് ഹാജരായാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി കൊടുക്കുക എന്നുള്ളത് എംപ്ലോയറുടെ ബാധ്യതയാണ്. അവരത് ചെയ്തിട്ടില്ല. അപ്പോൾ തൊഴിലാളിയുടെ അല്ലാത്ത കാരണത്താലാണ് അവർക്ക് ജോലി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവരെല്ലാം ജോലി പ്രവേശിച്ചായിട്ട് നമ്മൾ നിയമപരമായിട്ട് നമ്മൾ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അവരുടെ ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഇതുപോലെയാണെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ടെത്തി ജീവനക്കാരുടെ അറ്റൻഡൻസ് രേഖപ്പെടുന്നതാണ്. കോറോ ഹെൽത്ത് കമ്പനിയുടെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിനെതിരെ CITU തൃക്കാക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. ഇത്രയേറെ നിയമലംഘനം ഇവിടെ ചെയ്യുമ്പോൾ സർക്കാർ നോക്കി മുഖ്യമന്ത്രിയുടെ ജില്ല കൂടിയല്ലേ ഇത്? ഇന്നലെ ഈ ചർച്ച നടത്തി ലേബർ സെക്രട്ടറി അടക്കം ലേബർ വകുപ്പിന്റെ പ്രധാനപ്പെട്ട കമ്മീഷൻ അടക്കം പറഞ്ഞു ഇത് നടപ്പിലാക്കും, അല്ലെങ്കിൽ നിയമപരമായി നേരിടും. ഇവരാരും ഈ ഗവൺമെന്റിനെ ഭയമില്ലേ? കമ്പനി അധികൃതരെ ജീവനക്കാർക്ക് ഫോണിൽ പോലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് കേരള സർക്കാരിൻ്റെതെന്നും ഉമാ തോമസ് MLAയുടെ ഭാഗത്തു നിന്നും ജീവനക്കാർക്ക് അനുകൂല സമീപനം ഉണ്ടാകുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. കൈരളി ന്യൂസ്, കൊച്ചി.